സ്തോത്രം. മഹാനും ഭയങ്കരനുമായ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. വീണ്ടും തിരുവെഴുത്തുകളുമായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ചതിനായി സന്തോഷമുള്ള അധരങ്ങളോടെ ആഴ്ചയുടെ അവസാനത്തെ സന്ധ്യയിൽ ഞാൻ ദൈവത്തിന് വാഴ്വുകൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കായി, ഉത്സാഹത്തിനായി, പ്രോത്സാഹനത്തിനായി വീണ്ടും ഞാൻ നന്ദിയും പ്രകാശിപ്പിക്കുന്നു. വിവിധ വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെയും അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ദൈവം വചനപ്രകാരം ഇടപെടേണ്ടതിനായി ദൈവമക്കൾ പ്രാർത്ഥിക്കുമല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ പല സ്ഥലങ്ങളിൽ നമ്മുടെ പ്രാദേശിക സഭകളിലൊക്കെ നടക്കുന്ന എല്ലാ സഭായോഗങ്ങളിലും ദൈവം തൻ്റെ സാന്നിധ്യത്തിന്റെ നിറവ് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ രണ്ട് മുഖങ്ങൾ, അവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമായിരുന്നു. നമ്മൾ ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഉൽപ്രാവണവും അല്ലെങ്കിൽ മഹാപീഡനവുമായുള്ള ബന്ധത്തിൽ ഉൽപ്രാവണത്തെ സംബന്ധിച്ച് 3 ആശയങ്ങളാണുള്ളത്. അതുപോലെ സഹസ്രാബ്ദത്തെ സംബന്ധിച്ചും അതിനോടുള്ള ബന്ധത്തിലും സഭയുടെ ഉൽപ്രാവണത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ സംബന്ധിച്ച് 3 അഭിപ്രായങ്ങളുണ്ട്. ഉൽപ്രാവണവും മഹാപീഡനവും സംബന്ധിച്ചുള്ള 3 വാദഗതികൾ നമുക്കറിയാം. സഹസ്രാബ്ദാൽ പൂർവവാദം എന്ന് വിളിക്കപ്പെടുന്ന പ്രീ ട്രിബുലേഷൻ വാദം, സഹസ്രാബ്ദാൽ പൂർവവാദം. സഹസ്രാബ്ദാൽ പരവാദം, സഹസ്രാബ്ദത്തിന് ശേഷം, സഹസ്രാബ്ദാൽ പരം കർത്താവിന്റെ വരവ്, സഭയുടെ ഉൽപ്രാവണം എന്ന പോസ്റ്റ് ട്രിബുലേഷൻ വാദഗതി. ഇത് രണ്ടും നിഷേധിച്ചുകൊണ്ട് മഹാപീഡന മധ്യ വാദഗതിക്കാരുമുണ്ട്. ഈ 3 കൂട്ടരും തമ്മിൽ പറയും ഞങ്ങളുടെ വാദത്തിനാണ് കൂടുതൽ വേദപുസ്തക അടിസ്ഥാനം അല്ലെങ്കിൽ തെളിവ് എന്ന്. 3 കൂട്ടരും അത് അവകാശപ്പെടുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ 3 അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഈ 3 രീതിയിൽ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിൽ തെറ്റ് പറയുന്നില്ല. ഓരോരുത്തർക്കും മനസ്സിലായതുപോലെ ധരിക്കട്ടെ. അങ്ങനെ അവർ വിശ്വസിക്കുന്നെങ്കിലും അവിടം വരെ കുഴപ്പമില്ല. പക്ഷേ നിഷ്പക്ഷമായ മനസ്സോടെ ദൈവവചന ഭാഗങ്ങൾ എടുത്തു വച്ച് പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ അതിനു വേണ്ടി ആഴ്ചകൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് എന്നിട്ടും അടുത്തയാള് പറയുന്ന ആശയത്തോട് വിയോജിപ്പാണെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷെ വഴക്കടിക്കാനും മറ്റ് അക്രൈസ്തവമായ രീതികളിലേക്ക് പ്രതികരിക്കുവാനും ആരും ഒരുമ്പെടരുത് എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നും ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതില് അദ്ദേഹം പറയുന്നത്
റോബർട്ട് ജി വാൻ ക്യാമ്പൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് മഹാപീഡനത്തിന്റെ മധ്യത്തിൽ സഭ എടുക്കപ്പെടുമെന്ന് ശക്തമായി വാദിക്കുന്ന ഒരു പുസ്തകം മുഴുവനും അത് എഴുതി വെച്ചിരിക്കുന്ന ഒരാൾ. അതിന് അദ്ദേഹം പറയുന്നത് മഹാപീഡനത്തിന്റെ ആദ്യ ഭാഗത്ത് ദൈവകോപവും മഹാപീഡനത്തിന്റെ ഒടുവിൽ സാത്താന്റെ ക്രോധവുമാണ് വരുന്നത്. ദൈവകോപം ഈ പ്രപഞ്ചത്തിന്മേൽ ചൊരിയപ്പെടുന്ന സമയത്ത് ദൈവസഭ ഈ ഭൂമിയിൽ തന്നെ, ദൈവം അവരുടെ മേൽ കോപം ചൊരിയാതിരുന്നാൽ മതിയല്ലോ, സൂക്ഷിക്കപ്പെടുമെന്നും. എന്നാൽ സാത്താന്റെ ക്രോധം ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങുന്ന സമയത്ത് കർത്താവ് വന്ന് സഭയെ ചേർത്തുകൊള്ളും എന്നും ഒരു വാദമാണ്. മനസ്സിലായോ? മിഡ് ട്രിബുലേഷൻ പോയിന്റ്, മിഡ് ട്രിബുലേഷൻ, മഹാപീഡനത്തിന്റെ മധ്യത്തിൽ ക്രിസ്തു വന്ന് സഭയെ ചേർക്കും എന്ന് വാദിക്കുന്നവർ പറയുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന സംഗതിയാണ് മഹാപീഡനം 70-ാം ആഴ്ചവട്ടം ഉണ്ടെന്നവര് സമ്മതിക്കുന്നു. അതിന് 2 ഭാഗങ്ങളുണ്ട്, 3.5 വർഷമാണെന്ന് സമ്മതിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗത്ത് ദൈവക്രോധവും 2-ാം ഭാഗത്ത് എതിർക്രിസ്തുവിന്റെ ക്രോധവും പകരപ്പെടും. അതിൽ ദൈവത്തിന്റെ ക്രോധം പകരപ്പെടുന്ന ആദ്യ കാലഘട്ടത്തിൽ, ആദ്യത്തെ 3.5 വർഷം ദൈവം തൻ്റെ സഭയെ, തൻ്റെ വിശുദ്ധന്മാരെ സൂക്ഷിച്ചുകൊള്ളുമെന്നും, എന്നാൽ സാത്താന്യ ക്രോധം പകരപ്പെടുന്ന കാലത്ത് അത് ഏശാതെ വിശുദ്ധന്മാരെ എടുത്തുകൊണ്ടു പോകുമെന്നും ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. അതാണ് അവരുടെ വാദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. എന്നാൽ ഈ 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചതിൽ ഈ 70-ാം ആഴ്ചവട്ടമായ ഒടുവിലത്തെ 7 വർഷങ്ങൾ മഹാപീഡനത്തിന്റെ കാലം, എതിർക്രിസ്തുവിന്റെ ഭരണകാലം. അതിൽ തീർച്ചയായും ദൈവം തൻ്റെ ക്രോധം, നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുപോലെ 2 ക്രോധങ്ങളുടെ കലർപ്പുകളാണ് ആ കാലഘട്ടത്തിലുള്ളത്. ആദ്യത്തെ കാലഘട്ടം ദൈവത്തിന്റെ ക്രോധവും 2-ാം ഭാഗം സാത്താന്യ ക്രോധവും എന്നൊരു വേർതിരിവ് അവിടെ ഇല്ല. 2-ാം ഭാഗത്ത് സാത്താന്റെ ക്രോധം ആദ്യ ഭാഗത്തേക്കാൾ കൂടുതലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ മഹാപീഡനമെന്നോ മഹാകഷ്ടകാലമെന്നോ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ 7 വർഷം മുഴുവനും തന്നെ, എതിർക്രിസ്തുവിന്റെ ഭരണകാലം മുഴുവനും തന്നെ ദൈവം തൻ്റെ ക്രോധത്തെ വെളിപ്പെടുത്തുന്ന കാലയളവുകളാണ്. അപ്പോൾ ഈ 2 ക്രോധങ്ങളും കൂടെ ഒരുമിച്ചുണ്ടാകുന്ന ഒരു സമയമാണ് ഈ മഹാപീഡനം എന്നുള്ളത്. സാത്താനും കൂട്ടരും ദൈവജനത്തെ പീഡിപ്പിക്കുമ്പോൾ, ദൈവജനം എന്നവിടെ പറയുന്നത് സഭ എന്ന തെറ്റിദ്ധാരണയിലാണ് ഈ 2 വാദഗതികളും വരുന്നത്. വ്രതന്മാരെന്നോ വിശുദ്ധന്മാരെന്നോ അവിടെ പറയുന്നത് ഒന്നും തന്നെ സഭയ്ക്ക് വേണ്ടി അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് 7-ാം അധ്യായത്തിൽ നിന്ന്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം യഹൂദനെ വേറെയായും യഹൂദനല്ലാത്തവരെ വേറെയായും വെളിപ്പാട് പുസ്തകം 6 മുതൽക്കുള്ള അധ്യായങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ സഭയിൽ അങ്ങനെയുള്ള വേർതിരിവ് എങ്ങുമേ ഇല്ല. സഭ എന്ന് മാത്രമേ ഉള്ളൂ. അത് യഹൂദനിൽ നിന്നായാലും യവനിൽ നിന്നായാലും.
എന്നാൽ വെളിപ്പാടിൽ വിശേഷിച്ച് 7-ാമത്തെ അധ്യായത്തിൽ മഹാപീഡനകാല വിശുദ്ധന്മാരെ പറ്റി പരാമർശിക്കുമ്പോൾ യഹൂദന്മാരിൽ നിന്നുള്ളവരെ വേറെയും യഹൂദന്മാരിൽ നിന്നല്ലാതെ ജാതികളിൽ നിന്നുള്ളവരെ വേറെയുമായി പ്രതിപാദിക്കുന്നു, ചിത്രീകരിക്കുന്നു. അതുകൊണ്ട് വ്രതന്മാരെന്ന് അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് എവിടെയെങ്കിലും കണ്ടാൽ അത് മുഴുവനും സഭയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. യഹൂദന് വേണ്ടിയും അതേ പ്രയോഗമുണ്ട്. കൂടുതലും യഹൂദന് വേണ്ടിയാണ് വ്രതന്മാർ, ചോസൺ വൺസ്, ഇലക്ട് വൺസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ഒരു ആശയക്കുഴപ്പം ഒഴിച്ചാൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും കൂടെ വിമോചനം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു വന്നത്, ദൈവവചനം മനസ്സിലാക്കുന്നതിൽ ഉള്ള ആശയക്കുഴപ്പങ്ങളേ ഉള്ളൂ. വചനം പരസ്പര വിരുദ്ധം അല്ല. The word, the scripture is not mutually paradoxical or contradictory. There is no contradiction in the Bible, only in understanding by you and me. തിരുവെഴുത്തുകളിൽ പരസ്പര വൈരുദ്ധ്യമില്ല. എന്നാൽ വ്യാഖ്യാനത്തിലോ നമ്മൾ മനസ്സിലാക്കുന്നതിലോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ മനസ്സിലാക്കുന്നതിലെ വ്യത്യാസങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആരോഗ്യകരമായ നിലപാടിൽ മുൻപോട്ട് പോകുവാൻ ഞാൻ ഒരിക്കൽ കൂടെ പ്രബോധിപ്പിക്കുന്നു. അങ്ങനെ 2 മുഖങ്ങൾ കർത്താവിൻ്റെ 2-ാം വരവിനുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്ന് സഭയ്ക്ക് വേണ്ടിയും മറ്റൊന്ന് സഭയോട് കൂടെയും. അതിൽ ആദ്യത്തെ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് 6-ാമത്തേതിലേക്ക് പോകാം. 5 എണ്ണമാണ് കണ്ടതെന്ന് എൻ്റെ ഓർമ്മ ആണല്ലോ, അല്ലേ? റൂഫസ്, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിശദീകരണങ്ങൾ ഇനിയും വേണമെങ്കിൽ ചോദിക്കാം. നമ്മൾ ഓൾറെഡി വിശദമായി പഠിച്ചതിൻ്റെ ഒരു ക്രോഡീകരണമായതുകൊണ്ട് ഒരുപക്ഷെ വേഗം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്നുമില്ല എങ്കിൽ 6-ാമത്തേത്. ആറാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ വരവിന്റെ 1-ാമത്തെ മുഖം, അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കർത്താവിന്റെ വരവ് ആകാശമേഘങ്ങളോളം മാത്രമേ ഉള്ളൂ. നമ്മളതിനെ പൊതുവായി പാരമ്പര്യമായി മധ്യാകാശം എന്ന് വിളിക്കുന്നു. ആ പദം കൊണ്ട് ആരും പിണങ്ങണ്ട. 1 തെസ്സലോനിക്കർ 4:16 നമ്മൾ കാണുന്ന പ്രയോഗമാണ്. നാം ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടിട്ട് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാരോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നും ആകാശത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുമെന്നും വായിക്കുന്നു. അത് രണ്ടും കൂടെ ചേർത്ത് വേദപഠിതാക്കളോ പ്രസംഗകരോ മധ്യാകാശം എന്ന് പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ട് മധ്യാകാശം സ്കെയിൽ വെച്ച് അളന്നിട്ട് മധ്യാകാശം എന്നൊന്നും ആരും കരുതണ്ട. അത് ഈ ആകാശമേഘങ്ങൾ എന്ന 1 തെസ്സലോനിക്കർ 4:16 പ്രയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു മനസ്സിലാക്കലാണ്. അപ്പോൾ സഭയ്ക്കായിട്ട് കർത്താവ് വരുന്നത് മേഘങ്ങളോളം മാത്രമേ ഉള്ളൂ. എന്നാൽ
രണ്ടാമത്തെ മുഖത്തിൽ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സെഖരിയാവ് 14:4, വെളിപ്പാട് പുസ്തകം 19:11 മുതൽക്കുള്ള വാക്യങ്ങൾ. വേറെയും ഭാഗങ്ങളുണ്ട്, ഇവ പര്യാപ്തമായിരിക്കുമല്ലോ. അപ്പോൾ ഒന്നാം മുഖം കർത്താവ് മേഘങ്ങൾ വരെയേ വരുന്നുള്ളൂ. രണ്ടാം മുഖത്തിൽ ഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു. അതാണ് സത്യത്തിൽ രണ്ടാം വരവെന്ന് പറയുന്നത്. സ്തോത്രം. രണ്ടാം വരവ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്കുള്ള ഇറങ്ങി വരവാണ്. കാരണം ഒന്നാം വരവ്, യേശുവിന്റെ ഒന്നാം വരവ്, യേശു ഭൂമിയിലേക്ക് വന്ന വരവായിരുന്നെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവ് എന്നുള്ളതും അതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കുന്നത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്. അതിന്റെ രണ്ട് മുഖങ്ങളെയാണ് നാം അതുകൊണ്ട് വ്യതിരിക്തമായിട്ട് മനസ്സിലാക്കുന്നത്. സഭയ്ക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നെങ്കിലും ആകാശം വരെയേ വരുന്നുള്ളൂ. എന്നാൽ സഭയോടൊപ്പം വിശുദ്ധന്മാരുമൊത്ത് ഇറങ്ങി വരുമ്പോൾ ഒലിവുമലയിലേക്ക് ഇറങ്ങി വരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത അതേ മലയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പം നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഒന്നാമത്തെ ഭാഗത്തെ രഹസ്യവരവെന്നാണ് വിളിക്കുന്നത്. കാരണം പെട്ടെന്ന് വന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ ദൈവത്തിന്റെ സഭയെ ചേർത്തുകൊള്ളുന്ന ഒരു പ്രക്രിയയാണത്. അത് എല്ലാവരും കാണുകയല്ല കർത്താവ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ രഹസ്യവരവ് എന്ന് വിളിക്കുന്നു. അതിലും വിയോജിപ്പുകൾ ഉള്ളവരുണ്ട് രഹസ്യവരവല്ല എന്ന്. രഹസ്യവരവെന്ന് വിളിക്കാനുള്ള കാരണം, ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന് ഒരു 7000-ഓ 8000-ഓ അടി പോലും ഉയരത്തിൽ പറക്കുന്ന വിമാനത്തെ ചൊവ്വേ കാണാൻ പറ്റത്തില്ല. ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ നോക്കി പിടിക്കാവുന്നേ ഉള്ളൂ. എന്നാൽ വലിയ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് 30,000-ൽ പരം അടി, 40,000-ഓളം ഫീറ്റ്, 40,000-ഓളം അടി ഉയരത്തിൽ പറക്കുമ്പോൾ അത് ഭൂമിയിൽ നിന്ന് കാണാനായിട്ട് കഴിയില്ല. ചിലതിൻ്റെയൊക്കെ ആണെങ്കിൽ ശബ്ദം കേൾക്കാമെന്ന് മാത്രം. ശബ്ദം കേട്ടിടത്തേക്ക് നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത രാജ്യത്ത് ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ടാകാം, നമുക്കറിയാവുന്ന കാര്യം. ഇതുവരെ പ്രകാശം ഭൂമിയിൽ എത്തിയിട്ടില്ലാത്ത ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് പ്രകാശമെന്ന് നമുക്കറിയാം. ആ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശം കോടിക്കണക്കിന് വർഷങ്ങൾ സഞ്ചരിച്ചിട്ടും ഭൂമിയിൽ എത്താത്തതുപോലെ അകന്നു നിൽക്കുന്ന പ്ലാനറ്റ്സ് ഉണ്ട്, ഗോളങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിമിഷ നേരത്തേക്ക് വേണ്ടി മാത്രം ആകാശത്തിൽ പ്രത്യക്ഷനാകുന്ന യേശു ഭൂമിയിൽ നഗ്നനേത്രങ്ങളുള്ള മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. ഞാൻ പറയുന്ന ആശയം നിങ്ങളോട് എത്തുന്നുണ്ടോ? മോനെ ഇപ്പൊ ഒന്ന് മാറ്റിക്കത്. ഞാൻ പറയുന്ന ആശയം നിങ്ങളോട് എത്തുന്നുണ്ടോ? രഹസ്യവരവ് എന്ന് പറയാൻ ഉള്ള കാരണം, മറ്റുള്ളവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കുന്നത് പോലെ യേശു സഭയെ അടിച്ചു മാറ്റാൻ വരുന്നതൊന്നുമല്ല. അവരങ്ങനെ ചോദിക്കുന്നത്, അതെന്താ ഒരു പെണ്ണും ചെറുക്കനും തമ്മിൽ വീട്ടുകാരറിയാതെ സ്നേഹിച്ചിട്ട് വീട്ടുകാരറിയാതെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകാൻ വരുന്നത് പോലെ യേശു എന്തിനാ വരുന്നത് എന്ന് കളിയാക്കി ചോദിക്കാറുണ്ട്. അങ്ങനെ അടിച്ചുകൊണ്ട് പോകാനൊന്നും വരികയല്ല. അതുകൊണ്ടല്ല യേശുവിനെ അല്ലെങ്കിൽ യേശുവിന്റെ വരവിനെ രഹസ്യവരവെന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും ഇതാണ് കാരണം.
അങ്ങ് മധ്യാകാശത്തിൽ എവിടെയോ, വായുമണ്ഡലത്തിൽ പോലും വേണമെന്നില്ല കേട്ടോ, വായുമണ്ഡലത്തിൽ പോലും വേണമെന്നില്ല യേശു വരുന്നത്. ആകാശമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മഴമേഘങ്ങളല്ല ഉദ്ദേശിക്കുന്നത്, മഴമേഘങ്ങളല്ല. അതായത് ഫ്ലൈറ്റിൽ പോയിട്ടുള്ളവർക്കറിയാം, ഫ്ലൈറ്റുകൾ പൊതുവെ പറക്കുന്നത് ഈ മഴമേഘങ്ങൾക്ക് മുകളിലൂടെയാണ്. നമുക്ക് താഴോട്ട് നോക്കിയാൽ മഴ പെയ്യാനുള്ള മേഘക്കൂട്ടങ്ങളെ കാണാം. അങ്ങ് ഒത്തിരി മുകളിൽ വരെയൊക്കെ മേഘം പടർന്നു കിടക്കുന്ന വല്ലാത്ത സ്ഥിതികളിലാണ് ഈ ടർബുലൻസ്, ആകാശ ചുഴിയിലകപ്പെടുക എന്നൊക്കെ പറയുന്നത് ഫ്ലൈറ്റുകൾ. അല്ലാത്ത പക്ഷം ഈ മേഘങ്ങൾക്ക് മുകളിലാണ് വിമാനങ്ങൾ പറക്കുക. എന്തിനേറെ നല്ല കഴുകന്മാര് പോലും പറക്കുന്നത് ഈ മഴമേഘങ്ങൾക്ക് മുകളിലാണ്. അതുകൊണ്ടാണ് കഴുകന്മാര് പോലും ഈ കാറ്റിനെയും മഴയെയും ഒന്നും ഭയപ്പെടാത്തത്. അവ കാറ്റും മഴയും ഒക്കെ കൊണ്ട് മറ്റു പക്ഷികൾ കൂടണയാൻ ബന്ധപ്പെടുമ്പോൾ ഈ കഴുകന്മാർ ഈ മഴമേഘങ്ങൾക്ക് മുകളിലേക്ക് എത്തുന്നതാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഉദാഹരണങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ യേശു കർത്താവ് വരുന്നത് മേഘങ്ങളിൽ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പം ആട്ടിൻകൂട്ടം പോലെ ഇങ്ങനെ കാറ്റത്ത് പറന്നു പോകുന്ന മഴമേഘങ്ങളിലല്ല വരുന്നത് കേട്ടോ. സ്തോത്രം. ഭക്തന്മാരാരോ പാടിയതുപോലെ 1000 വാനഗോളങ്ങളെ താണ്ടി യേശു സഭയെ ചേർക്കുവാൻ വരുന്നത് വായുമണ്ഡലത്തിൽ ആകണമെന്നും നിർബന്ധമില്ല. കാരണം നമ്മെ ചേർക്കാൻ വരുന്ന യേശുവിനും കൂടെ വരുന്ന ദൂതന്മാർക്കും പ്രാണവായു ശ്വസിക്കുവാൻ വേണ്ടി ആവശ്യമില്ല. രൂപാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർക്കും ഓക്സിജന്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വായുമണ്ഡലം വരെ യേശു ഇറങ്ങി വരണമെന്നൊന്നുമില്ല. അപ്പൊ ഈ വായുമണ്ഡലത്തിന്റെ ഒരു തലത്തിൽ പോലും ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യന്റെ കണ്ണെത്തിപ്പെടുന്നില്ല. ഉയരത്തിൽ പറക്കുന്ന കഴുകന്മാരെ കാണാൻ, ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ കാണാൻ നമുക്ക് സാധിക്കാറില്ല. സാധിക്കുന്നെങ്കിൽ തന്നെ ഏറെ നേരത്തെ പണിപ്പാടിന് ശേഷമാണ് ഒരു ചെറിയ പൊട്ടുപോലൊക്കെ കാണാൻ പറ്റുക. വളരെ സമയം ശ്രമിച്ചിട്ടാണ്. എന്നാൽ യേശു വരുന്നത് നിമിഷ നേരത്തേക്കാ. കണ്ണിമയ്ക്കുന്നിടയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആ കണ്ണിമയ്ക്കുന്നിടയിൽ ഈ മഴമേഘങ്ങൾക്കൊക്കെ വളരെ ഉയരത്തിൽ മറ്റേതൊക്കെയോ പ്ലാനറ്റുകളിൽ ഒരുപക്ഷെ ആയിരിക്കുന്ന കർത്താവിനെ ഭൂമിയിൽ താമസിക്കുന്ന മറ്റ് ജനതയ്ക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വരവിനെ നമുക്ക് രഹസ്യവരവെന്ന് വിളിക്കുന്നതിൽ ഒരു ആശയക്കുഴപ്പവുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് ആ വരവ് കാണുന്നതും അറിയുന്നതും എടുക്കപ്പെടുന്ന വിശുദ്ധന്മാർ മാത്രമാണ്. അവരത് അറിയാൻ കാരണം കർത്താവിങ്കലേക്ക് അവർ എടുക്കപ്പെടുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ യേശു കർത്താവ് ദൈവസഭയെ ചേർക്കുവാൻ വരുന്നത് മേഘങ്ങളോളം അല്ലെങ്കിൽ ആകാശം വരെ. പക്ഷെ വിശുദ്ധന്മാരും ഒത്തു വരുന്നതോ ഈ ഭൂമിയിലേക്ക്. അത് എല്ലാവരും കാണത്തക്കവണ്ണമായിരിക്കും വരുന്നതെന്നും
നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അതിനെ പരസ്യവരവെന്ന് പൊതുവെ വിളിക്കുന്നു. ആ ടെക്നിക്കൽ വേർഡ്സ് രഹസ്യവരവെന്നും പരസ്യവരവെന്നും ഉള്ളത് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. മുമ്പോട്ട് പോകാമല്ലോ. മോനെ, നെക്സ്റ്റ് വൺ, ഏഴാമത്തേത്. ഒന്നാം മുഖവും രണ്ടാം മുഖവും തമ്മിലുള്ള കർത്താവിന്റെ വരവിന്റെ താരതമ്യത്തിൽ ഏഴാമത്തേതാണ് ക്രിസ്തുവിന്റെ വരവിൻ ഒന്നാം ഭാഗത്തിന് ദൈവസഭയും അല്ലെങ്കിൽ വിശുദ്ധന്മാരുമായി മാത്രമേ ബന്ധമുള്ളൂ. കാരണം അന്ന് വിശുദ്ധന്മാർ മാത്രമാണ് എടുക്കപ്പെടുന്നത്. മരിച്ച വിശുദ്ധന്മാരായാലും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരായാലും. So the first phase of the coming of the Lord is related only to the saints, whether dead or living. But on the other side, the public coming of Jesus is related to the whole world. That means related with Israel and also with the non-Jewish community, the Greeks, the Gentiles, even also with the devil. എന്നാൽ യേശുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയുമായി ബന്ധം ദൈവസഭയ്ക്ക് മാത്രമല്ല, അതിലുപരി മുഴു ലോകവുമായും അത് ബന്ധപ്പെട്ട് കിടക്കുന്നു. മുഴു ലോകവും എന്ന് പറയുമ്പോൾ യഹൂദന്മാരും യവനന്മാരും ഉൾപ്പെടും. ആ രണ്ട് കൂട്ടരെ അന്നുള്ളല്ലോ, യവനന്മാരും യഹൂദന്മാരും. ഈ രണ്ട് കൂട്ടരും അതിൽ ഉൾപ്പെടും. അതുമാത്രമല്ല, യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരസ്യ പ്രത്യക്ഷതയ്ക്ക് സാത്താനുമായിട്ടും ബന്ധമുണ്ട്. ആ വരവിലാണ് സാത്താനെ ബന്ധിക്കുന്നത്, എതിർ ക്രിസ്തുവുമായി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും സാത്താനും യഹൂദനും യഹൂദേതരനും ഒക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷത. ഈ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷത അത് നാം വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്നലെയും നാം റോമാലേഖനം 8-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് അതിന് സഹായകമായ വാക്യങ്ങൾ കണ്ടു. ഇതാണ് ഏഴാമത്തേത്. എന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ലെങ്കിൽ എട്ടാമത്തെ കാര്യം, കർത്താവ് മേഘങ്ങളിൽ സഭയെ ചേർക്കാൻ വരുമ്പോൾ നമുക്കറിയാം രണ്ട് പ്രധാന സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്നു, ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നു. 1 തെസ്സലോനിക്കർ 4:16 തന്നെ അതിനും ഉപോദ്ബലകമായിട്ട് നിൽക്കുന്നു. യേശുക്രിസ്തുവിന്റെ വരവിന്റെ ഒന്നാം മുഖം. അപ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരവും, ഇവ രണ്ടു കൂട്ടരുടെയും സ്വർഗാരോഹണവും നടക്കുന്നു. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലേക്ക്
ഇറങ്ങി വരുന്ന രണ്ടാം പാദത്തിൽ ഒന്നാം പാദത്തിലേതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രത്യേകിച്ച് ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം സംഭവിക്കുന്നില്ല. സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ ചില മരിച്ചവർ ഉയർക്കുന്നുണ്ട്. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ. പക്ഷേ അങ്ങനെ മഹാപീഡന കാലത്തെ മഹോപദ്രവ വിശുദ്ധന്മാർ ഉയർക്കുന്നെങ്കിൽ പോലും ഒന്നാം ഭാഗത്തുണ്ടായതുപോലെയുള്ള ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരം സംഭവിക്കുന്നില്ല. രൂപാന്തരം സംഭവിക്കുന്നില്ല. എട്ടാമത്തെ കാര്യം മനസ്സിലായോ? ഈ 6, 7, 8 കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. പക്ഷെ 1000 ആണ്ട് വാഴ്ചയുടെ ആദ്യം ആണോ കുറച്ച് വിശുദ്ധന്മാര് ഉയർക്കുമെന്ന് പറഞ്ഞ്? അതെ, അവരുടെ മഹോപദ്രവകാലത്ത് മരിക്കുന്നവരാണ്. അതെ, അതാണ് വെളിപ്പാട് 20-ന്റെ 4 തൊട്ട് 6 വരെ കാണുന്നത്. അവർ ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാണു എന്ന് കാണും. ഈ ഉയർത്തെഴുന്നേൽപ്പിനെ പൊതുവെ, മോനെ ഇതൊന്ന് മാറ്റിക്കോ, ഉയർത്തെഴുന്നേൽപ്പിനെ പൊതുവെ ഒരു കൊയ്ത്തുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാറും പഠിപ്പിക്കാറുണ്ട്. കൊയ്ത്ത്, എ ഹാർവെസ്റ്റ്. The resurrection is a sort of harvest. And in the farming world, there are 3 parts of a harvest, especially in relation with Israel. പ്രത്യേകിച്ച് ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ഒരു കൊയ്ത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, harvesting the first fruits. Second, main harvest. And third is the gleaning. കൊയ്ത്തിന്റെ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആദ്യ ഫലത്തിന്റെ കൊയ്ത്താണ്. അതുകൊണ്ടാണ് ആദ്യ ഫലക്കറ്റ കൊണ്ടുള്ള ഉത്സവം ആചരിക്കണമെന്ന് ദൈവം ഇസ്രായേലിന് ചട്ടം കൊടുത്തത്. ആദ്യ ഫലത്തിന്റെ കൊയ്ത്ത്. രണ്ടാം ഘട്ടം പ്രധാന കൊയ്ത്താണ്. വയൽ മുഴുവനും കൊയ്യും. മൂന്നാമത്തെ ഘട്ടം കാലാവറുക്ക. ക്ലീനിങ്ങിന്റെ ഒന്നും അർത്ഥം ഞാൻ പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ. മെയിൻ കൊയ്ത്ത്, പ്രധാന കൊയ്ത്തിൽ കറ്റ കെട്ടുമ്പോൾ വീണുപോകുന്ന കതിരുകൾ, വയലിന്റെ അരികിലൊക്കെ കൊയ്യാതെ വിട്ടേക്കുന്ന ചില ചെടികൾ, അതൊക്കെ കൊയ്യുന്നതെല്ലാം കൂടെ ചേർത്താണ് ഗ്ലീനിങ്, കാലാവറുക്കെന്ന് പറയുന്നത്. ഉയർപ്പിലും ഇതേ ഒരു രീതി നമുക്ക് കാണാം. 1 കൊരിന്ത്യർ 15:23 മുതൽ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് വായിച്ചോളൂ.
1 Corinthians 15:23. ഓരോരുത്തനും താന്താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. This is the order or the sequence of resurrection. ഉയർത്തെഴുന്നേൽപ്പിന്റെ അല്ലെങ്കിൽ പുനരുത്ഥാനത്തിന്റെ ക്രമമാണ് ഇവിടെ. ആദ്യ ഫലം ക്രിസ്തു. കൊയ്ത്തിലേതുപോലെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആദ്യ ഫലമായിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരെയും കൂടെ ചേർക്കാം. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ ഒരു കൂട്ടം വിശുദ്ധന്മാർ. എത്ര പേരാണെന്നോ ആരാണെന്നോ നമുക്കറിയില്ല. രണ്ടാമത്തെ നിര ക്രിസ്തുവിനുള്ളവർ. എപ്പോൾ? അവന്റെ വരവിങ്കൽ. യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ കർത്താവിനുള്ളവർ ഉയർത്തെഴുന്നേൽക്കുന്നു. അതാണ് നാം തെസലോനിക്ക ലേഖനത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. 1 തെസലോനിക്കർ 4:16 മുതൽ 1 കൊരിന്ത്യർ 15:50 മുതൽ, അല്ലെങ്കിൽ 15 അധ്യായം മൊത്തമുണ്ട്. പ്രധാന കൊയ്ത്താണത്. പിന്നെ ഒരു കാലാവർക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ വെളിപ്പാട് 20:4 മുതലുള്ളത്. ഒരു ഗ്ലീനിങ്, ഒരു കുറച്ച് പേര്. ഒന്നാമത്തേതിൽ എടുക്കപ്പെടാതിരുന്ന അല്ലെങ്കിൽ പോകാൻ കഴിയാതിരുന്ന അപ്പൊ ഇങ്ങനെ ഒരു ഉയർപ്പിന്റെ ചിത്രം നമുക്ക് ലഭിക്കുന്നു. ഡിഫറെന്റ് റിസറക്ഷൻസ്, പല ഉയർപ്പുകൾ. ഇങ്ങനെ കർത്താവിനുള്ളവർ ക്രിസ്തുവിന്റെ ഉയർപ്പ് മുതൽ ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് വരെ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഉയർക്കുന്നു. എന്നാൽ ഈ സമയത്തൊന്നും ഉയർക്കാത്ത വേറൊരു കൂട്ടരുണ്ട്. അവരെയാണ് മരിച്ചവർ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ പുനരുത്ഥാനത്തിന് പറയുന്ന പേര് മരിച്ചവരുടെ പുനരുത്ഥാനം എന്നാണ്. മരിച്ചവരുടെ പുനരുത്ഥാനം. നമ്മുടെ ഉയർപ്പിന് പറയുന്ന പേര് മറന്നുപോയോ? മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ചവരുടെ ഇടയിൽ നിന്നുമുള്ള ഉയർപ്പാണ് കർത്താവിന്റെ വരവിങ്കൽ വിശുദ്ധന്മാർക്ക് സംഭവിക്കുന്നത്. എന്നാൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ന്യായവിധി സമയത്ത് ഉണ്ടാകാൻ പോകുന്നത്. അതാണ് നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 12 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, വലിയ വെള്ള സിംഹാസനം, ആ സിംഹാസനത്തിന്റെ മുമ്പിൽ മരിച്ചവർ ആബാലവൃദ്ധം നിൽക്കുന്നത് ഞാൻ കണ്ടു. സകല മരിച്ചവരെയും, അതായത് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിലും ഭൂമിയിലേക്കുള്ള പരസ്യ പ്രത്യക്ഷതയിലും എടുക്കപ്പെടാത്ത, ഉയർത്തെഴുന്നേൽക്കാത്ത മനുഷ്യർ, അവര് ഈ 1000 ആണ്ടേക്കും കൂടെ മണ്ണിൽ ഉറങ്ങുകയായിരിക്കും. വ്യക്തമാണോ ഇതുവരെ? അവ്യക്തതയോ കൂട്ടിക്കുഴച്ചിലോ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ചോദിച്ചാട്ടെ. അത് അവിശ്വാസികളല്ലേ ഭാഷ?
വിശുദ്ധന്മാരല്ലാത്തവർ എല്ലാവരും. ഓക്കെ. അതിനകത്ത് പേര് കൊണ്ട് യേശുദാസും കാണും, ക്രിസ്തുദാസ് കാണും, വർഗീസ് കാണും, തോമസ് കാണും. പേര് കൊണ്ട് ഇവരൊക്കെ കാണും. പേര് കൊണ്ട് മറിയമാര് കാണും. പക്ഷെ വിശുദ്ധന്മാരല്ലാത്തത് കൊണ്ട് അവരൊക്കെ ആ കൂട്ടത്തിലായിരിക്കും. സ്നാനപ്പെട്ടവർ കാണും ആ കൂട്ടത്തിൽ. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത, വീര്യപ്രവൃത്തികൾ പ്രവർത്തിച്ച, അത്ഭുത വരപ്രാപ്തരായ മഹാ ക്രൂസേഡേഴ്സ് കാണും. അപ്പൊ അവരെ ഇന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ അവിശ്വാസി എന്നൊന്നും വിളിക്കണ്ട. വിശുദ്ധന്മാരല്ലാത്തവർ, ജീവപുസ്തകത്തിൽ പേരില്ലാത്തവർ എന്ന് ഒറ്റ വാചകത്തിൽ പറയാം. ജീവപുസ്തകത്തിൽ പേരുള്ള ഒറ്റ ഒരാൾ പോലും ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഇനി ഉണ്ടായാൽ തന്നെ അതിന് കാരണം നമുക്ക് അവിടേക്ക് വരുമ്പോൾ പറയാം. മറ്റെന്തെങ്കിലും? അപ്പം മഹോപദ്രവത്തില് 1000 ആണ്ട് കഴിഞ്ഞ് മഹോപദ്രവത്തിൽ കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാര് 1000 ആണ്ട് എഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ വാഴും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരെവിടെ പോകും? മഹോപദ്രവത്തിൽ കൊല്ലപ്പെടുന്ന വിശുദ്ധന്മാർ 1000 ആണ്ട് കഴിഞ്ഞിട്ടല്ല ഉയർക്കുന്നത്, 1000 ആണ്ടിന്റെ തുടക്കത്തിൽ. അവർ കർത്താവിനോട് കൂടെ ഭരണം നടത്തുമെന്നാണ്, വാഴും എന്നാണ് വെളിപ്പാട് 20:4-6 വരെ കാണുന്നത്. അവർ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിലായിരിക്കും. അല്ല, അവർ 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാഴുമെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടോ? അവർ അതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ക്രിസ്തുവിനോടുകൂടെ വാഴും. അത് തന്നെ അവർക്കും. അല്ല, അവര് സഭയല്ലല്ലോ വേണ്ട. സഭ മാത്രമല്ലല്ലോ വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. ഹാബേൽ മുതലുള്ള സകല വിശുദ്ധന്മാരും ആ ഗണത്തിൽപ്പെടുന്നതാ. ഭരണം എന്ന് പറയുന്നത് സഭയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ? അങ്ങനെ ഉണ്ടോ? ഇല്ല. വിശുദ്ധന്മാർ അവന്റെ വിശുദ്ധന്മാർ സഭയ്ക്ക് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റവർക്ക് എല്ലാവർക്കും പ്രതിഫലം ലഭിച്ചതനുസരിച്ച് ഉണ്ടാകും. സഭയിലെ എല്ലാവരും ഒന്നും ഭരണകർത്താക്കളായിരിക്കത്തില്ല. പ്രതിഫലം അനുസരിച്ച് അതൊക്കെ. അതിൽ നമ്മള് സഭയ്ക്ക് ഭരണം, സഭയ്ക്ക് മാത്രം ഭരണം എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ കുറിക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഈ 1000 ആണ്ട് വാഴ്ചയിൽ വേദപുസ്തകം എടുത്തെടുത്ത് പറയുന്ന, ഇന്നലെ നമ്മൾ വായിച്ച യെശയ്യാ 11-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്, ദാവീദ് ആ 1000 ആണ്ട് വാഴ്ചയിലെ ഭരണം നടത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ദാവീദായിരിക്കും. അതിന് 2 ആശയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ട്. ഒന്നുകിൽ യേശുക്രിസ്തു രാജാവ് ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ക്രിസ്തുവിന്റെ ഭരണമായിരിക്കും. എന്നാൽ ക്രിസ്തു നേരിട്ട് അല്ലെങ്കിൽ എല്ലായ്പ്പോഴും യെരുശലേമിൽ ഇരുന്നോണ്ട് ഭരിക്കാതെ ക്രിസ്തുവിന്റെ പകരക്കാരനായി ദാവീദിനെ സിംഹാസനത്തിൽ ഇരുത്തും. ക്രിസ്തുവിന് പകരം ദാവീദ് ഭരണം നടത്തും.
അല്ലെങ്കിൽ മറ്റൊന്ന് യേശുക്രിസ്തു ദാവീദ് പുത്രൻ എന്ന നിലയിൽ ഭരണം നടത്തും. ഇന്നലെ നമ്മൾ വായിച്ച യെശയ്യാ 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ വാക്യം വായിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ അവിടെ ആ കാര്യം പ്രവാചകൻ പ്രവചിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ കാന്ത മണവാട്ടി എന്ന് പറയുന്നത് ആരാ? അത് ദൈവസഭ. അന്നേരം അവർക്കുള്ള എന്തുവാ സ്ഥാനം? അതാ പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്ഥാനമാണ് മണവാട്ടി എന്ന് പറയുന്നത്. അതിനൊക്കെ വലിയൊരു സ്ഥാനം ലഭിക്കാനില്ല. കുഞ്ഞാടിന്റെ ഒരു മിനിറ്റ് അതിനു മുമ്പ് യെശയ്യാ 11-ാമത്തെ അധ്യായത്തിലേക്ക് വന്നതിന്റെ 10-ാമത്തെ വാക്യം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. യെഹെസ്കേലിലൊക്കെ വേറെയുണ്ട്. തൽക്കാലം ഇത് മാത്രം പറഞ്ഞ് ഞാൻ വിടുന്നു. ഇശ്ശായിയുടെ വേരായവൻ, അത് ക്രിസ്തുവിനെ സംബന്ധിച്ച. എന്നാൽ യെഹെസ്കേലിലേക്കൊക്കെ വരുമ്പോൾ വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ നിവർത്ത് കർത്താവ് ഭരണം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഭരണം അത് പ്രത്യേകിച്ച് 1000 ആണ്ട് വാഴ്ചക്കാലത്താണ്. കാരണം ഭരിക്കപ്പെടുവാൻ ജഡവാസികളായ പ്രജകൾ ഭൂമിയിൽ ഉള്ളത് അക്കാലത്താണ്. അന്ന് വിശുദ്ധന്മാർ ഭൂമിയിൽ ക്രിസ്തുവിനോട് കൂടെ വാഴും. സഭയുടെ പദവി മണവാട്ടി എന്ന നിലയിലാണ്. എന്താ മണവാട്ടിയുടെ പദവി? പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ മനസ്സിലാക്കണേ. അക്ഷരീയമായ കല്യാണം ഒന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഒരു അനാലജിയാണ്, ഒരു സാദൃശ്യമാണ്. കുഞ്ഞാടിന്റെ കാന്ത എന്നൊക്കെ പറയുന്നത്, മണവാളൻ മണവാട്ടി എന്നൊക്കെ പറയുന്നത് സാദൃശ്യം മാത്രമാണ്. ആ സാദൃശ്യത്തിലൂടെ എന്താ തിരുവെഴുത്ത് ഉദ്ദേശിക്കുന്നത്? ഭരണപദവി അല്ല, അതിനേക്കാൾ വലുതാണ് കാന്തയ്ക്കുള്ളത്. എന്തേ? ഒന്ന്, കാന്തനുമായുള്ള ഇന്റിമസി. മണവാട്ടിക്ക് അല്ലെങ്കിൽ കാന്തയ്ക്ക്, ഇനി ഭാര്യ എന്ന് വെച്ചോ, ഭാര്യയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം MD പദവിയൊന്നുമല്ല, GM പദവിയല്ല, CEO പദവിയല്ല. ഈ പദവികളൊന്നും കിട്ടിയില്ലെങ്കിലും അവൾക്കുള്ള ഏറ്റവും വലിയ പദവി 2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഇന്റിമസി വിത്ത് ദ ഗ്രൂം, മണവാളനുമായുള്ള അടുപ്പം. അവളെ പോലെ മറനീക്കിയുള്ള അടുപ്പം വേറെ ആർക്കും സാധ്യമല്ല. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം അതാണല്ലോ. എനിക്ക് പെങ്ങന്മാരുണ്ട്. കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ വീട്ടിൽ സ്ത്രീകളുണ്ട്, അമ്മയും പെങ്ങന്മാരും ഉൾപ്പെടെ. എൻ്റെ പെങ്ങന്മാരുടെയും ജ്യേഷ്ഠന്റെയും ഒക്കെ മക്കളുണ്ട്, പെൺമക്കളുണ്ട്. പക്ഷെ ഇവരോടെല്ലാവരോടും എനിക്ക് ഒരു കതകിന്റെ വ്യത്യാസം, ഒരു ഭിത്തിയുടെ വ്യത്യാസം, ഇല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ എങ്കിലും വ്യത്യാസം അടുപ്പത്തിനുണ്ട്. എന്നാൽ
ഞാൻ വിവാഹം കഴിക്കുന്ന അല്ലെ കഴിച്ച പെൺകുട്ടിയുമായിട്ടോ എൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും അനന്തരത്തിമാർക്കും അപ്പനും ജ്യേഷ്ഠനും സഹോദരങ്ങൾക്കും ഇല്ലാത്തത്രം ഒരടുപ്പം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അവരോടാരോടും പറയാത്ത രഹസ്യങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയോട് പങ്കുവയ്ക്കും. മക്കളായി കഴിഞ്ഞപ്പോഴും എൻ്റെ രക്തത്തിൽ പിറന്ന മക്കളോട് പോലും ഇല്ലാത്ത അടുപ്പമാണ് എനിക്ക് എൻ്റെ ഭാര്യയോട്. നമുക്കൊക്കെ അങ്ങനെയാണ്. ഇതുപോലെ ക്രിസ്തുവിന്റെ കാന്തയാണ് സഭയെന്ന് പറഞ്ഞാൽ അവൾക്ക് ലഭിക്കുന്ന പദവി 1000 ആണ്ട് വാഴ്ചയില് ഒരു ചുമല ലൈറ്റൊക്കെ വെച്ച ഒരു VIP വണ്ടി ലഭിക്കുന്നതല്ല. പകരം മണവാളനുമായിട്ടുള്ള സഖിത്വമാണ്, അടുപ്പമാണ്, ഏകത്വമാണ്, യൂണിറ്റി, സോളിഡാരിറ്റി. രണ്ടാമത്തെ കാര്യം, ഒരു പരിമിതികളുമില്ലാത്ത സ്നേഹബന്ധമാണ്. ഒരു പരിമിതികളുമില്ലാത്ത സ്നേഹബന്ധം. ഈ 2 വലുതാണോ നമുക്ക് ലഭിക്കാൻ പോകുന്ന അധികാരവും പദവിയും കസേരയും സിംഹാസനവും? അല്ല. അതൊക്കെ കിട്ടിയ ബോണസാ. ഇനി അതൊന്നും കിട്ടിയില്ലേലും സാരമില്ല. ഭരിക്കാൻ നമുക്ക് അവകാശം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ക്രിസ്തുവിനോടുകൂടെ വേറെ ജനത്തിന്റെ മേൽ, പ്രജകളുടെ മേൽ ഒരധികാരവും കിട്ടിയില്ലെങ്കിലും സാരമില്ല. പക്ഷെ മണവാട്ടി എന്ന നിലയിൽ സഭയ്ക്ക് എന്തുണ്ട്? മറ്റാർക്കും ഇല്ലാത്ത കൂട്ടായ്മ ബന്ധവും സ്വതന്ത്രമായ സ്നേഹബന്ധവും ക്രിസ്തുവുമായിട്ടുണ്ട്. അതിന് താഴെയുള്ളൂ ബാക്കിയുള്ളതെല്ലാം. ഇതാണ് മണവാളൻ മണവാട്ടി എന്നതിന്റെ അർത്ഥം. സ്തോത്രം. അത് വ്യക്തമാണോ? താങ്ക് യു. സ്തോത്രം. ഓക്കെ. അപ്പോൾ ഈ ഒരു തേജസ്കരിക്കപ്പെട്ട ദേഹത്തിലായിരിക്കും ഉയർത്തെഴുന്നേറ്റ നാം എല്ലാവരും, അല്ലെങ്കിൽ രൂപാന്തരപ്പെട്ട സഭയും ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും. ഓക്കെ, 3 കൂട്ടരാണ് വിശുദ്ധന്മാരായിട്ട് അന്നുണ്ടാവുക. ഒന്ന് ദ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ്, 2 ദ ചർച്ച്, 3 ദ ട്രിബുലേഷൻ സെയിൻസ്. 3 തരം വിശുദ്ധന്മാർ: പഴയ നിയമ വിശുദ്ധന്മാർ, ദൈവസഭ, മഹാപീഡനകാല വിശുദ്ധന്മാർ. ഈ 3 കൂട്ടരും പുനരുത്ഥാന ശരീരത്തിലായിരിക്കും. അവർക്ക് പിന്നെ മരണമോ മറ്റ് ജഡത്തിൽ വസിക്കുന്നവർക്കുണ്ടാകുന്ന യാതൊന്നുമോ ഇല്ല. അവരെല്ലാവരും രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് സമന്മാരായി ക്രിസ്തുവിനോടൊപ്പമായിരിക്കും. അതിന് 1000 ആണ്ട് വാഴ്ചയിലായാലും കൊള്ളാം, അതിന് ശേഷമായാലും കൊള്ളാം. പക്ഷേ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാരായിരിക്കും? ദൈവസഭ. അതായത് പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ ഒരു രീതി. ദേവാലയത്തിന് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിവിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടം. ആ അതിവിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന്മാർക്ക് മാത്രം പ്രവേശിപ്പാൻ അധികാരം, അവകാശം. ഇതുപോലെ നിത്യതയിലും കുഞ്ഞാടാണ് മന്ദിരം. നാം ആ കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കും. അതിന് തൊട്ടുപുറത്തെ വലയമാണ് വിശുദ്ധ സ്ഥലം. അവിടെ പഴയ നിയമ വിശുദ്ധന്മാർ, യഹൂദ വിശുദ്ധന്മാരൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടാവും. മഹാപീഡനകാലത്തെ വിശുദ്ധന്മാരൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടാവും. അതിനും പുറത്താണ്
പ്രാകാരം അഥവാ പട്ടണം മതിലിന് പുറത്ത് ജാതികൾ ഉണ്ടാകുമെന്ന് പറയുമല്ലോ. വെളിപ്പാട് 22-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ദേവാലയത്തിൽ പ്രാകാരം ഉണ്ടായിരുന്നത് പോലെ യെരുശലേം പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ മതിലിന് പുറത്ത്. അപ്പം ആ ഒരു ക്രമീകരണമാണ് നിത്യതയിൽ ഉള്ളത്. ഇപ്പം വ്യക്തമായി കാണുമായിരിക്കുമല്ലോ. അല്ല, അവിടെ 1000 ആണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. സഭ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നു നമ്മള് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഇവര് പറയുന്ന അവർ ജീവിച്ചെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും, പിന്നെ പറയുന്നില്ല. അതുകൊണ്ട് ചോദിച്ചതാ. അവർ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിൽ തന്നെയാണുള്ളത്. അവർ പിന്നെങ്ങും പോകുന്നില്ല. സഭയെങ്ങും പോകാത്തത് പോലെ തന്നെ പഴയ നിയമ വിശുദ്ധന്മാർ വേറെ എങ്ങും ക്രിസ്തുവിനെ പിരിഞ്ഞു പോകാത്തത് പോലെ ഇവരും കർത്താവിനോട് കൂടെ തന്നെ ആയിരിക്കും. ഇപ്പൊ പറഞ്ഞ മൂന്നാമത്തേതൊന്നുകൂടെ പറയാമോ? അവിടെ ജാതികൾ ഉദ്ദേശിക്കുന്നത് പ്രാകാരത്തിന്റെ പകരമായിട്ട് അവിടേക്ക് വരാമോ? പിന്നെ നമ്മൾ വരുന്നുണ്ട് അവിടേക്ക്. ഓക്കെ. ഈ പുനരുദ്ധാന ശരീരത്തിലുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ 1000 ആണ്ട് വാഴ്ചയില് സാധാരണ ശരീരത്തിലുള്ളവരും തങ്ങളിൽ ആശയ സമ്പർക്കത്തിനും അങ്ങനെയുള്ളതിനൊന്നും ഒരു പ്രയാസമില്ലേ? ഒരു പ്രയാസമില്ല. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ജഡത്തിൽ വസിച്ചിരുന്ന ശിഷ്യന്മാരുമായിട്ട് ആശയ സമ്പർക്കത്തിന്, വിനിമയത്തിന് ഒരു പ്രയാസമില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മരണസമയത്ത് ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാർ പലരും യെരുശലേം പട്ടണത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷരായി. വെറുതെ ഒന്ന് മിന്നിപ്പോയതായിരിക്കത്തില്ല, അവർ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ജഡത്തിൽ വസിച്ചിരുന്ന യോഹന്നാന് ദർശനമെല്ലാം കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തത് ആരാ? ഉയർത്തെഴുന്നേറ്റ പഴയ നിയമ വിശുദ്ധന്മാരിൽ ആരോ ഒരാളാ. ഒരു പ്രയാസമില്ലായിരുന്നു ആശയവിനിമയത്തിന്. അപ്പം നമ്മുടെ ഇന്നത്തെ സാധാരണ ലോകത്തിൽ ജീവിച്ച വിശുദ്ധന്മാരുമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനും വിശുദ്ധന്മാർക്കും ആശയവിനിമയം നടത്താൻ പ്രയാസമില്ലായിരുന്നു എങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ സൗകര്യപ്രദമായ സമയമായിരിക്കും 1000 ആണ്ട് വാഴ്ച. ആ സമയത്ത് ഒട്ടുമേ പ്രയാസം ഉണ്ടാവില്ല. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ആയോ ഈ പറഞ്ഞതിലൊക്കെ, അതോ ഇനിയും പറയണോ? ഈ 1000 ആണ്ട് വാഴ്ചയിൽ ജഡശരീരം ഉള്ള ആൾക്കാരുണ്ടാവുന്ന പറയുന്ന അവര് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും? യഹൂദന്മാരും ജാതികളും. ഓക്കെ. അന്ന് മഹാപീഡന കാലത്ത് ജീവിച്ചിരുന്ന യഹൂദന്മാരെല്ലാവരും അതേ ശരീരത്തിൽ തന്നെ 1000 ആണ്ടിലേക്ക് പ്രവേശിക്കും. അക്കാലത്ത് ജീവിച്ചിരുന്ന ജാതികളിൽ മത്തായി 25-ാം അധ്യായത്തിൽ തേജസ് 31 തൊട്ടുള്ള വാക്യങ്ങൾ, അവിടെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ആ ജാതികളെ രണ്ടായിട്ട് തിരിക്കുന്നു, ഇടത്തും വലത്തും. അതിൽ വലത്തുള്ളവരോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിച്ച് ആ 1000 ആണ്ട് രാജ്യത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു. അങ്ങനെ യഹൂദന്മാരും ജാതികളും അന്ന് ജഡവാസികളായിട്ടുണ്ടാവും.
ഓക്കെ, താങ്ക് യു. ഓക്കെ. ആയിരാണ്ട് വാഴ്ചയിൽ ഇത്രയും ഒക്കെ ആയിട്ടും ഈ ജാതികളിൽ കുറെ ആൾക്കാർ ഈ ഗോഗുമാഗോ യുദ്ധം സാത്താനോടുകൂടി ചേരുന്നത് എങ്ങനെയാ? അതാണ് ഭയങ്കര അതൊരു വലിയ ദുഃഖകരമായ അത്ഭുതമാണ്. കാര്യം. അതെ, അതെ. അവർക്ക് പാപം ചെയ്യാൻ ഒരു അവസരം കിട്ടാഞ്ഞത് കൊണ്ട്, അവരെ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന സാത്താൻ അന്നില്ലാതിരുന്നത് കൊണ്ട് മാത്രം അവരിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത്, നിർബന്ധിച്ച് ഒരുത്തനെയും സ്വർഗത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകത്തില്ല. വോളണ്ടിയറായി സ്വമേധയാ പാപത്തെയും ലോകത്തെയും ഒക്കെ ത്യജിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ആത്മാർത്ഥതയോടും സ്വമേധയായും അവനെ സ്നേഹിക്കുന്നവരെ മാത്രം മതി സ്വർഗത്തിൽ. അതിൻ്റെയും കൂടെ ഒരു നല്ല കാര്യമാണ് 1000 ആണ്ട് വാഴ്ചയിൽ സംഭവിക്കുന്നത്. വേണമെങ്കിൽ സാത്താനെ അങ്ങനെ തന്നെ വിട്ട് അല്ലെങ്കിൽ നരകത്തിലേക്ക് തള്ളിയിട്ട് ഇവരെ എല്ലാരെയും കൊണ്ട് നിത്യതയിലേക്ക് കർത്താവിന് പോകാം. പക്ഷെ കർത്താവിന് അറിയാമല്ലോ ഇവര് എന്തുകൊണ്ടാണ് പാപം ചെയ്യാഞ്ഞതെന്നും യേശുവിനോട് മത്സരിക്കാഞ്ഞതെന്നും. അങ്ങനെയുള്ളവരെ സ്വർഗത്തിന് വേണ്ട. അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ കടുത്തതായിരിക്കും. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അല്പസമയം കൂടിപ്പോയി, സദയം ക്ഷമിക്കുമല്ലോ. കർത്താവിന്റെ വരവനായി നമുക്ക് പിന്നെയും ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.